Good evening all. Okay, so question ഇതാണ്. To analyze the given figure using stiffness method. ഇത് ട്രസ് അനാലിസിസ് ആണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ട്രസിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് രണ്ട് രീതി ചോദിക്കാം. ഇതിൽ ആദ്യമേ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് ഇങ്ങനെയാണ്. ഒ എന്ന് പറയുന്ന പോയിന്റ്, ഒയിൽ നിന്ന് ഒ സി, ഒ ബി, ഒ എ. അപ്പം 3 മെമ്പർ പോകുന്നുണ്ട്. ഒ ആണ് അപ്പം മീറ്റിംഗ് പോയിന്റ്. അതായത് എല്ലാ മെമ്പറും കൂടെ മീറ്റ് ചെയ്യുന്നത് ഒ എന്ന് പറയുന്ന പോയിന്റിലാണ്. അപ്പോൾ നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കേണ്ടത് ഈ ഒ എന്ന് പറയുന്ന പോയിന്റിലാണ്. ബിഫോർ ദാറ്റ് ഈ ഒരു ചോദ്യം നമുക്ക് ഇതേപോലെ തന്നെ ചോദിക്കാം. അതായത് ഇതെല്ലാം കൂടെ ഫിക്സ്ഡ് ആയിട്ട് ഈ ഒരു എൻഡ് ഫുള്ള് ഫിക്സ്ഡ് ആയിട്ട് വേണം കാണിക്കാം. അപ്പോൾ ഇതേപോലെ ഒരു ട്രയാങ്കിൾ പോലെയാകും. സെയിം ക്വസ്റ്റ്യൻ ആണ്, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആയിമെന്ന് അനലൈസ് ചെയ്യാം. നോക്കുമ്പോഴത്തേക്ക് ഓയിലാണ് എല്ലാം കൂടെ വന്ന് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പോയിന്റിലാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കേണ്ടത്. അവിടെ ഒരു ഹൊറിസോണ്ടൽ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് പി എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റം കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ഇവിടെ ഒ എന്ന് പറയുന്ന പോയിന്റിലാണ് നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കേണ്ടത്. കാരണം എല്ലാ മെമ്പറും മീറ്റ് ചെയ്യുന്നത് ആ പോയിന്റിലാണ്. അപ്പം അവിടെ ഒരു റോളർ സപ്പോർട്ട് ഉണ്ട്. റോളർ സപ്പോർട്ടിൻ്റെ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 1 ആണ്. സിസ്റ്റം കോർഡിനേറ്റ് 1 ആണ്. അപ്പോൾ ഞാൻ ആ സിസ്റ്റം കോർഡിനേറ്റ് ഫിഗർ ഇതേപോലെ തന്നെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ R1 എന്ന് പറഞ്ഞ് കാണിച്ചു. എലമെൻറ്റ് കോർഡിനേറ്റ് ഇതേപോലെ തന്നെ 1, 2, 3. ട്രസിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു നമുക്ക് ഒരു മെമ്പറിൽ ഒരു എലമെൻറ്റ് കോർഡിനേറ്റേ ഉള്ളൂ. അപ്പോൾ 1, 2, 3. ലോഡഡ് സിസ്റ്റം കോർഡിനേറ്റ് എന്ന് പറയുന്നത് നോക്കിയേ. സിസ്റ്റം കോർഡിനേറ്റിൻ്റെ ഫിഗർ ഇതല്ലേ, ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് മാത്രമേ അല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനെ R1 എന്ന് കാണിച്ചു. അപ്പോൾ ഇവിടെയുള്ള ലോഡ് എന്താണ്? ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്തെങ്കിലും ലോഡ് ഉണ്ടോ? ഒരു പി എന്ന് പറയുന്ന ലോഡ് തന്നിട്ടില്ലേ. അപ്പോൾ ലോഡഡ് സിസ്റ്റം കോർഡിനേറ്റ് ഇതാണ് സിസ്റ്റം കോർഡിനേറ്റിൻ്റെ ഫിഗർ. ഇവിടെ ഈ ഡയറക്ഷനിൽ പി എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോഡഡ് സിസ്റ്റം കോർഡിനേറ്റ് എന്ന് പറയുന്നത് പി ആണ് ഗിവൺ ഇൻ ക്വസ്റ്റ്യൻ. ഡിസ്പ്ലേസ്മെന്റ് അറ്റ് സിസ്റ്റം കോർഡിനേറ്റ് കണ്ടുപിടിക്കണം R1. അപ്പോൾ വി നോ ദിസ് ഫോർമുല ആർ മെട്രിക്സ് ഇസിക്കൽ ടു കെ ഇൻവേഴ്സ് ഇൻറ്റു പി. അപ്പോൾ കെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ബീറ്റ ട്രാൻസ്പോസ് കെ എസ് ഇൻറ്റു ബി ടി ആണ്. കെ എസ് കണ്ടുപിടിക്കുന്ന ഫോർമുല കെ ഇ 1, കെ ഇ 2, കെ 3. അതായത് ഓരോ മെമ്പറിൻ്റെതാണ് ഒ എ, ഒ ബി, ഒ സി. അപ്പോൾ ട്രസിൻ്റെ കേസിൽ ഫോർമുല നമുക്കറിയാം എ ഇ ബൈ എൽ ആണ്. ഞാൻ നേരത്തെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. മറ്റേത് ഇ ഐ ബൈ എൽ ആണ്, ഇത് എ ഇ ബൈ എൽ ആണ്. ഓർക്കുക, ബീമിൻ്റെ കേസിലും ഫ്രെയിമിൻ്റെ കേസിലും ഇ ഐ ബൈ എൽ ആയിരുന്നു. ട്രസിൻ്റെ കേസിൽ എ ഇ ബൈ എൽ ആണ്. അപ്പം എ ഇ ബൈ എല്ല് വരും. അപ്പം എയും എല്ലും ലെങ്തും ഒന്നും തന്നിട്ടില്ല. നമുക്കത് എ ഇ ബൈ എൽ ഇസിക്കൽ ടു 1 എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്തെടുക്കാം. അപ്പോൾ എല്ലായിടത്തും 1, 1, 1 എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ഞാനിവിടെ അസ്യൂം ചെയ്തേക്കാണ്. കാരണം എ ഇ ഒന്നും തന്നിട്ടൊന്നുമില്ല, ലെങ്തും തന്നിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എ ഇ ബൈ എല്ല് 1 എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്തെടുക്കാം. അപ്പോൾ കെ എസ് ഇസിക്കൽ ടു ഇതേപോലെ തന്നെ 1, 1, 1 എന്ന് പറഞ്ഞ് വരും. അടുത്ത് ബീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. ബീറ്റ നമുക്ക് ഫോർമുല അറിയാം. കോസ് തീറ്റ 1, കോസ് തീറ്റ 2, കോസ് തീറ്റ 3. കാര്യം എന്താണ്? ഇവിടെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് മാത്രം എടുത്താൽ മതി. കാര്യം എന്താണ്? ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആണ്. ആ 1 എന്ന് പറയുന്നത് ഏത് മൂവ്മെൻ്റ് ആണ്? ഹൊറിസോണ്ടൽ മൂവ്മെൻ്റ് അല്ലേ ഉള്ളത്. അപ്പോൾ ഹൊറിസോണ്ടൽ മൂവ്മെൻ്റ് ആണെങ്കിൽ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എടുക്കണം. ഹൊറിസോണ്ടൽ ആണെങ്കിൽ കോസ് തീറ്റ എടുക്കണം. നമുക്ക് എത്ര മെമ്പർ ഉണ്ട്? ഒ എ, ഒ ബി, ഒ സി. 3 മെമ്പർ ഉണ്ട്. അപ്പോൾ തീറ്റ 1 ഉണ്ട്, തീറ്റ 2 ഉണ്ട്, തീറ്റ 3 ഉണ്ട്. അതുകൊണ്ടാണ് കോസ് തീറ്റ 1, കോസ് തീറ്റ 2, കോസ് തീറ്റ 3. അപ്പം ഇവിടെ കോസ് വരാൻ കാര്യം എന്താണ്? ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ്. തീറ്റ 1, തീറ്റ 2, തീറ്റ 3 വരാൻ കാര്യം എന്താണ്? 3 മെമ്പർ ഉണ്ട്. മൈനസ് സൈൻ ഇട്ട് കൊടുക്കണം. അടുത്ത ഇനി തീറ്റ 1 കണ്ടുപിടിക്കണം. തീറ്റ 1 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഈസ് ദ ആംഗിൾ ദാറ്റ് ഫോംസ് ബിറ്റ്വീൻ ദ പോസിറ്റീവ് എക്സ് ആക്സിസ് ആൻഡ് ദ ഫസ്റ്റ് മെമ്പർ. ഫസ്റ്റ് മെമ്പർ ഞാൻ എലമെൻറ്റ് കോർഡിനേറ്റിൽ ഇതാണ് 1 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ പോയിന്റ് എടുത്തേക്കുന്നത്, ഒ എന്ന് പറയുന്ന പോയിന്റ് അല്ലേ. ഇവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം എടുത്തേക്കുന്നത്. അപ്പോൾ ഈ പോയിന്റിൻ്റെ പോസിറ്റീവ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഇതല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഫസ്റ്റ് മെമ്പർ വരെയുള്ളത് അതാണ് തീറ്റ 1. അപ്പോൾ അത് എത്ര കിട്ടും? നമുക്ക് ഇവിടെ ഒരു 60 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടോട്ടൽ 60 ഡിഗ്രി വരും അല്ലേ. അല്ലാതെ ഇതല്ല 60 ഡിഗ്രി. ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ 60 വരുമ്പോഴത്തേക്കും ഇതല്ല 60 എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ആ ഒരു ഫുൾ തീറ്റ ഇത്രയാണ് 60 ഡിഗ്രി വരുന്നത്. ഓക്കെ, അതില്ല, അതൊരു മിസ്റ്റേക്കായിട്ട് വരും. അപ്പോൾ അത് നോക്കണം. ഞാനിവിടെ അത് റോങ് കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് രണ്ടും വ്യത്യസ്തമായ രീതിയിൽ ഞാൻ എഴുതി വരച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീറ്റ 1 240 ഡിഗ്രി കിട്ടും. തീറ്റ 2 എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ആക്സിസും സെക്കൻഡ് മെമ്പർ ഒ ബി ആയിട്ടുള്ളത്. അതപ്പോൾ നമുക്ക് എത്ര കിട്ടും? 180 + 30. അതായത് ഇത്രയും 180 ആണ്.
നമുക്ക് എവിടെയാണ് ഇത്രയും 180 ആണ്, പ്ലസ് 30 അത് ചെയ്യുമ്പോഴത്തേക്ക് 210 ഡിഗ്രി കിട്ടും. അതൊക്കെ വിശദീകരിച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ θ1 θ2 θ3 കണ്ടുപിടിച്ചു. ബീറ്റ ഈസിക്കൽ ടു മൈനസ് കോസ് 240 കോസ് 210 കോസ് 180. അതിൻ്റെ മൈനസ് അകത്തോട്ട് ഇടുമ്പോഴത്തേക്ക് നമുക്ക് 0.5 0.8661 കിട്ടും. ബീറ്റ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് K2 കിട്ടും. K ഇൻവേഴ്സ് 1/2, അതായത് R ഇസിക്കൽ ടു 0.5p കിട്ടും. ഇതൊക്കെ നേരത്തെ ചെയ്ത് തന്നെയാണ്. Q മെട്രിക്സ് ഇസിക്കൽ ടു KS ഇൻറ്റു ബീറ്റ ഇൻറ്റു R ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഉത്തരം കിട്ടും. ഓക്കെ, താങ്ക് യു.